ഹായ് ഫ്രണ്ട്സ്, മീരാസ് ഫ്ലേവർ സ്റ്റുഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഭവം പൈനാപ്പിൾ പച്ചടി. ഇത് നമ്മുടെ സദ്യയിലൊക്കെ വിളമ്പുന്ന മധുര പച്ചടി തന്നെയാണ് കേട്ടോ. ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാറുണ്ട്, തൈര് ഒഴിച്ചും ഒഴിക്കാതെയും. ഞാൻ കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തൈര് ഒഴിക്കാതെ മുന്തിരിങ്ങയൊക്കെ ഇട്ടുള്ള പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പോൾ ഇന്ന് അതുണ്ടാക്കിയാലോ? ഒട്ടും താമസിക്കാതെ എങ്ങനെയാണ് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതിയാണ് ഉപയോഗിക്കുന്നത്. അത് ചെറുതായിട്ട് അരിഞ്ഞത് എനിക്ക് 2 കപ്പ് അളവ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അരപ്പിന് ആവശ്യമുള്ള 1/4 കപ്പ് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും പിന്നെ കടുക് വറുക്കാനുള്ള കടുകും വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് മുന്തിരിങ്ങയും മുളക് പൊടിയും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇടണം. ഇത് നമ്മൾ ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് അരിയുന്നത് എത്ര വലുതായാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കറി പെട്ടെന്ന് റെഡിയാവും. ഇതുപോലെ അരച്ചെടുക്കണം. ഇനി ഈ ഒരു അളവിൽ നമുക്ക് 4 പേർക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നത്. അടുത്തതായി ചൂടായ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. ഇതൊരു നാടൻ വിഭവമായതുകൊണ്ട് വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ ടേസ്റ്റ് തരിക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടുക. കടുകൊന്ന് പൊട്ടുന്നത് വരെ ഞാൻ സാധാരണ നനവൊന്നും ഇല്ലാത്തൊരു അടപ്പ് വെച്ച് അടച്ചു വെക്കാറുണ്ട്. ഇത് കൗണ്ടർ ടോപ്പിലേക്കൊന്നും കടുക് തെറിക്കാതിരിക്കാൻ സഹായിക്കും. ഇതാ നമ്മുടെ കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കടുകും പൊട്ടിയ ശേഷം ഇനി നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കണം. ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മുളക് പൊടിയും ചേർക്കാം. നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർക്കണം. നന്നായിട്ട് ചേർത്ത് ഇളക്കി വേവിക്കണം. ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇടണം. നന്നായിട്ട് ഇളക്കണം. അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് കുറുക്കിയെടുക്കണം. കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ തിളകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഒന്നും കൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കണം. അടുക്കി പിടിക്കാതിരിക്കാൻ കട്ടിയുള്ള ഒരു പാൻ എടുക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം ഉപ്പ് പാകത്തിനാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ ചേർക്കാം. ഇനി കുറച്ച് മധുരത്തിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ചേർത്തിരിക്കുന്നത്. ഈ ഒരു പരുവമാകുമ്പോഴേക്കും ഇതിലേക്ക് മുന്തിരിങ്ങ ചേർക്കാം. മുന്തിരിങ്ങ ചേർത്ത് ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, മുന്തിരിങ്ങ പൊട്ടിപ്പോവാൻ പാടില്ല. സീഡ്ലെസ് ഗ്രേപ്സ് ആണ് നല്ലത്. ഞാനിവിടെ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിക്കണം. എന്നിട്ട് ഇതിലേക്ക് തേങ്ങയും ജീരകവും അരച്ച അരപ്പ് ചേർക്കണം. അധികം വെള്ളം ചേർക്കാതെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട നല്ല ഫൈനായിട്ട് അരച്ച അരപ്പാണ് കേട്ടോ ഇത്. ഇനി ഇത് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. സൂക്ഷിച്ച് ഇളക്കി യോജിപ്പിക്കണം. അരപ്പ് വേവുന്നതിനായിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം സ്വാദിഷ്ടമായ മധുര പച്ചടി റെഡിയായി. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാൻ. അത്രയ്ക്കും ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. റെസിപ്പിയുടെ ഡീറ്റെയിൽസും അതുപോലെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാൻ മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീര സൈനിങ് ഓഫ്. താങ്ക് യു.